UDF-നും LDF-നും ബദലായി നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥി വരുമോ? KC വേണുഗോപാൽ PV അൻവറിന് UDF-ലേക്കുള്ള വഴി തുറക്കുമോ? ചർച്ചകൾ മുഴുവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം വിഷു ബെമ്പറിലെ ആ ഭാഗ്യവാനെയും ഇന്നറിയാം. അല്പസമയത്തിനകമാണ് നറുക്കെടുപ്പ്. പ്രധാന വാർത്തകൾ ആദ്യം. സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും. മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാർ വരും, അവരുടെ MP-മാർ വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്കോ കാര്യത്തിലില്ല. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് PV അൻവർ. UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന വാക്ക് VD സതീശൻ പാലിച്ചില്ലെന്ന് വിമർശനം. KC വേണുഗോപാലിൽ പ്രതീക്ഷയെന്നും ഷൌക്കത്തുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും PV അൻവർ. ആരോപണങ്ങളെ വ്യക്തിപരമായി കാണുന്നില്ലെന്ന് ആര്യാടൻ ഷൌക്കത്ത്. അൻവറിന്റെ പരസ്യ വിമർശനത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. വിലപേശൽ തന്ത്രത്തിൽ വഴങ്ങേണ്ട നിലപാട്. അൻവർ UDF നയങ്ങളോട് യോജിക്കണമെന്നും പറഞ്ഞത് തിരുത്തണമെന്നും നേതാക്കൾ. ആര്യാടൻ ഷൌക്കത്തുമായി CPM ചർച്ച നടത്തിയെന്ന PV അൻവറിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമെന്ന് MV ഗോവിന്ദൻ. ഇടത് സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മാസപ്പടി കേസിൽ CMRL ആശ്വാസം. കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി ദില്ലി ഹൈക്കോടതി. കേസിൽ കുറ്റപത്രം നൽകില്ല എന്ന ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് കോടതി. കോടതിക്ക് SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ജഡ്ജി സുബ്രഹ്മണ്യ പ്രസാദ്. 12 കോടിയുടെ വിഷു ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന്. നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം വികാസ് ഭവനിൽ. ഇത്തവണത്തെ പ്രത്യേകത, 2ാം സമ്മാനമായി 6 സീരീസുകളിലും ഓരോ കോടി രൂപ വീതം. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിൽ. വിദേശ വിദ്യാർത്ഥി വിസയിൽ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം. വിസാഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നിലവിൽ തീയതി ലഭിച്ചവർക്ക് വിലക്ക് ബാധകമല്ല. എക്സ്ചേഞ്ച് വിസിറ്റർ വിസകൾക്ക് വിലക്ക് ബാധകം. വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം കർശനമായി നിരീക്ഷിക്കും. UDF-ലേക്കുള്ള പ്രവേശനത്തിൽ അവസാന സമ്മർദ്ദ തന്ത്രവുമായി PV അൻവർ. നീതി തേടി KC വേണുഗോപാലിനെ സമീപിക്കുമെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവാദത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവാദം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ. തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിലുള്ള അമർഷവും നിരാശയും പ്രകടിപ്പിച്ചായിരുന്നു PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. UDF-ൽ ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞ വാക്ക് നേതൃത്വം പാലിച്ചില്ല. ആര്യാടൻ ഷൌക്കത്തുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ അത് ഇപ്പോൾ പറയുന്നില്ല. അവസാന ശ്രമം എന്ന നിലയിൽ KC വേണുഗോപാലിനെ സമീപിക്കുമെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും. ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിച്ച് വന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട. You go and give the nomination. Didi will come there. എന്നാൽ അൻവറിന് വഴങ്ങേണ്ട എന്ന കർശന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം നിലമ്പൂരിലെ അനുകൂല അന്തരീക്ഷം കൈവിട്ടു പോകാതിരിക്കാൻ ചെറിയ വിട്ടുവീഴ്ചകൾ ആകാമെന്നും നേതൃത്വം കരുതുന്നു. അമൃത ന്യൂസ്, മലപ്പുറം.
PV അൻവർ വിഷയത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. KPCC നേതൃത്വവും UDF നേതൃത്വവും നിലമ്പൂരിൽ തന്നെയുണ്ട്. അൻവർ വിഷയം അവർ തന്നെ പരിഹരിക്കുമെന്നും ആന്റണി പറഞ്ഞു. നിലമ്പൂരെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റിയ KPCC നേതൃത്വവും പ്രതിപക്ഷ നേതൃത്വവും UDF നേതൃത്വവും എല്ലാം നിലമ്പൂരിൽ തന്നെയുണ്ട്. അവർ അത് പരിഹരിക്കും. PV അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്കും UDF-നും നിരുപാധിക പിന്തുണ നൽകണമെന്ന് K മുരളീധരൻ. അതിനുശേഷം UDF തീരുമാനമെടുക്കും. അൻവറിന്റെ കാര്യം എല്ലാവരും ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും K മുരളീധരൻ വ്യക്തമാക്കി. അത് ആദ്യം ചെയ്യേണ്ടത് ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് UDF സ്ഥാനാർത്ഥിയായ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് നൽകണം. അത് നൽകിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് സെറ്റിൽ ചെയ്യാം. കാരണം പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. ഇവിടെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അൻവറിനെ സഹകരിപ്പിക്കാൻ തന്നെ മുമ്പ് UDF തീരുമാനിച്ചതാണ്. ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് കാത്തുനിന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാം. UDF-നെ സഹായിച്ചാൽ ഒരിക്കലും UDF കൈവിടില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ആരും അംഗീകരിക്കില്ലെന്ന് അൻവറിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അൻവർ നേരത്തെ പറഞ്ഞതിനോട് നീതി പുലർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയില്ല. ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നും VM സുധീരൻ പറഞ്ഞു. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരു നല്ല ലക്ഷണമായി ആരും കാണില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്യമായൊരു നയമുണ്ട്, ഒരു രീതിയുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതിനോട് അദ്ദേഹം തന്നെ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തന്നെ വഴിവെക്കില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു നല്ല ലക്ഷണമായി ആർക്കും കരുതാനാവില്ല. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആരെയും ചേർത്ത് നിർത്തുമെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അൻവർ UDF നേതൃത്വവുമായാണ് ചർച്ച നടത്തുന്നത്. അതിൽ താൻ മറുപടി പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുൻപിലുള്ള കാര്യങ്ങൾ ഞാൻ മറുപടി പറയേണ്ടതോ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾക്കോ ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുൻപിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുണ്ടായ ദുസ്സഹമായ ദുരിതപൂർണമായ അന്തരീക്ഷം ഒരു ഭാഗത്ത് ജനങ്ങളിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നിലമ്പൂരിലെ വികസന മുരടിപ്പ്, നിലമ്പൂരിലെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ, നിലമ്പൂരിലെ ആദിവാസികൾ കിടപ്പാടമില്ലാതെ കഴിഞ്ഞ 6 വർഷമായി 100-300ഓളം ആദിവാസികൾ തെരുവിൽ കഴിയുന്ന അവസ്ഥാവിശേഷം. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് UDF നേതൃത്വം, എൻ്റെ നേതാക്കന്മാർ, പക്ഷേ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. PV അൻവർ ക്രെഡിബിലിറ്റി ഇല്ലാത്ത നേതാവാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. അൻവറിന്റെ UDF പ്രവേശനത്തിൽ എതിർപ്പില്ല, പക്ഷേ പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നത് അൻവർ തന്നെയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ സംസാരിച്ചത് തെറ്റാണെന്നും PJ കുര്യൻ വിമർശിച്ചു. കാര്യം അൻവറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിണറായി സത്തിനെ തോൽപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന്റെ കടമയാണ്, അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം എതിര് പറഞ്ഞു, ആ സ്ഥാനാർത്ഥിക്ക് എതിരെ പറഞ്ഞു. അതെന്ന് പറയുന്നത് ഒരു നിലപാട് മാറ്റമാണ്. നേരത്തെ അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിരുന്നു, അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടാകും, പറയാം, ആർക്കും പറയാം സ്ഥാനാർത്ഥി ഇന്നൊരാളാണ്. പക്ഷെ ഒരിക്കൽ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞാൽ അത് അൻവറിന്റെ തന്നെ നിലപാടിന് വിരുദ്ധമാണ്. ആര്യാടൻ ഷൗക്കത്തുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റെ ആരോപണം അസംബന്ധമാണ്. 30-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും LDF ഉജ്ജ്വല വിജയം നേടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തെ ഒരു പുതിയ കേരളമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് നിലമ്പൂർ ഇലക്ഷനെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്.
ആ പോരാട്ട വീര്യത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും സജീവപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് പറയാൻ. ഇഡിക്കെതിരെ പരിഹാസവുമായി CPM നേതാവ് A. വിജയരാഘവൻ. കെ രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇഡി പറയുന്നത്. ലോകാവസാനം വരെ എണ്ണിയാലും തീരില്ല. ഇഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് കുറ്റപത്രമെന്നും വിജയരാഘവൻ പറഞ്ഞു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കാന്തപുരം AP അബൂബക്കർ മുസലിയാരെ സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഉസ്താദിനെ പോലെയുള്ളവരുടെ അനുഗ്രഹം തേടിയാണ് പ്രചാരണം തുടങ്ങുന്നത് എന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. BJP നേതാവ് MT രമേശ് തന്നെ കണ്ടുവെന്ന വാർത്ത സ്ഥിരീകരിച്ച് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ്. നിലവിൽ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് ബീന ജോസഫ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസിൽ ചർച്ചയുണ്ടായില്ല എന്ന വിമർശനവും ബീന ജോസഫ് ഉന്നയിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മക്കൾ നീതി മയ്യം. ഭരണകക്ഷിയായ DMKയുടെ പിന്തുണയോടെയായിരിക്കും കമൽഹാസൻ മത്സരിക്കുക. പാർട്ടിയുടെ 4 രാജ്യസഭാ സീറ്റുകളിലൊന്ന് മക്കൾ നീതി മയ്യത്തിന് അനുവദിക്കാൻ DMK തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ രാജ്യസഭയിൽ ഒഴിവുവന്ന 8 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മാസപ്പടി കേസിൽ CMRLന് താൽക്കാലിക ആശ്വാസം. കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി ദില്ലി ഹൈക്കോടതി SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്ന് ദില്ലി ഹൈക്കോടതി ജഡ്ജി സുബ്രഹ്മണ്യം പ്രസാദ് ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് കുറ്റപത്രം നൽകില്ലെന്ന് ഉറപ്പ് പാലിച്ചില്ല എന്ന് കേന്ദ്രത്തോട് ജഡ്ജി ചോദിച്ചു. ഇക്കാര്യം രേഖപ്പെടുത്തി വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും കാണാതായ 8ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. രാവിലെ തൊടുപുഴയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചത്. കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് 8ാം ക്ലാസ്സുകാരനായ കുട്ടിയെ കാണാതാകുന്നത്. വിവരമറിഞ്ഞ ബന്ധുക്കൾ കുട്ടിയുടെ സുഹൃത്തുക്കളോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും കാര്യമന്വേഷിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുട്ടി ഇടപ്പള്ളി ഭാഗത്തു നിന്നുള്ള ബസ്സിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. വൈകിട്ട് 6 മണിയോടുകൂടി കുട്ടി തൊടുപുഴ ബസ് സ്റ്റാൻഡിലെത്തുകയായിരുന്നു. സിനിമാ ഷൂട്ടിംഗ് സെറ്റുകൾ കാണാനുള്ള ലക്ഷ്യത്തോടെയാണ് കുട്ടി തൊടുപുഴയിലെത്തിയതെന്നാണ് സൂചന. എന്നാൽ തൊടുപുഴയിലെത്തിയ കുട്ടിയെ കൈനോട്ടക്കാരനായ ശശികുമാർ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അതിനുശേഷം ശശികുമാർ തന്നെയാണ് ഇന്ന് രാവിലെ കുട്ടിയെക്കുറിച്ചുള്ള വിവരം രക്ഷിതാവിനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നതും. തുടർന്ന് തൊടുപുഴ പോലീസ് എത്തി കുട്ടിയെയും ഇയാളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം പോലീസ് കണ്ടെത്തി. ഇയാൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്താനൊരുങ്ങുകയാണ് പോലീസ്. കുട്ടിയോടും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും. കുട്ടിയെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന മാനേജറുടെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്തേക്കില്ല. പരാതിക്കാരനായ ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിന്റെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യലുണ്ടാകൂ. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഉണ്ണി മുകുന്ദന്റെ വാദം. അതേസമയം ഉണ്ണി മുകുന്ദൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. നടൻ ശ്രീനാഥ് ഭാസി 21ാം സാക്ഷിയാണ്. കേസിൽ ആകെ 55 സാക്ഷികളാണുള്ളത്. 3 പ്രതികൾ മാത്രമുണ്ട്. റിമാൻഡിൽ കഴിയുന്ന തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ മാത്രമാണ് കേസിലെ പ്രതികൾ. ആലപ്പുഴ ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മാത്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും വ്യാഴാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജാഗ്രത പാലിക്കണം.
മധ്യ കേരളത്തിൽ പലയിടത്തും മഴ തുടരുകയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 25ഓളം വീടുകൾ തകർന്നു. ആലപ്പുഴയിൽ കനത്ത കാറ്റിലും മഴയിലും കഞ്ഞിക്കുഴിയിലെ കാർഷിക മേഖലയിൽ കനത്ത നാശം സംഭവിച്ചു. എറണാകുളം ഭൂതത്താക്കെട്ട് ഡാമിൽ നിന്നും ഷട്ടർ തുറന്ന് ഓരോ മണിക്കൂറിലും ക്രമമായി വെള്ളം പുഴയിലേക്ക് ഒഴുകുകയാണ്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വടക്കൻ കേരളത്തിലും മഴ ശക്തമായി തുടരുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട് വടകരയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. മുള്ളൻകുനിയിൽ ബിജുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. വീട്ടിലുണ്ടായിരുന്നവർ ശബ്ദം കേട്ടോടി രക്ഷപ്പെടുകയായിരുന്നു. പേരാമ്പ്രയിൽ വീടിന്റെ മുകളിലേക്ക് മരം കടപുഴുകി വീണു. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 44 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വിഴിഞ്ഞത്ത് കണ്ടെയ്നർ അടിഞ്ഞു. ഇന്നലെയും തിരുവനന്തപുരത്ത് കൊച്ചിയിലെ MSC എൽസ 3 എന്ന തകർന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നു. 5 തെങ്ങ്, വർക്കല, ഇടവ ഭാഗങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നത്. കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ചിലയിടങ്ങളിൽ ഒഴുകി നടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ തീരദേശ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. 12 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള വിഷു ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന്. നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം വികാസ് ഭവനിൽ നടക്കും. 2ാം സമ്മാനമായി 6 സീരീസുകളിലും ഓരോ കോടി രൂപ വീതം ഭാഗ്യശാലികൾക്ക് ലഭിക്കുമെന്നതാണ് വിഷു ബമ്പറിന്റെ പ്രത്യേകത. 10 ലക്ഷം മുതൽ 300 രൂപ വരെയാണ് മറ്റ് സമ്മാനങ്ങൾ. ആകെ 4,08,264 സമ്മാനങ്ങളാണ് ഭാഗ്യാന്വേഷികളെ കാത്തിരിക്കുന്നത്. 300 രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില. വിപണിയിലെത്തിച്ചത് 45 ലക്ഷം ടിക്കറ്റുകളാണ്. ഇതിൽ 42 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇന്നലെ തന്നെ വിറ്റുപോയിരുന്നു. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. തിരുവനന്തപുരം, തൃശ്ശൂരും 2, 3 സ്ഥാനങ്ങളിലാണ്. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 9ാം പരീക്ഷണ വിക്ഷേപണവും ലക്ഷ്യം കണ്ടില്ല. മുൻ ദൗത്യങ്ങളെക്കാൾ കൂടുതൽ ദൂരം പിന്നിട്ടെങ്കിലും പൂർണ്ണ വിജയം കൈവരിച്ചില്ല. 1ാം ഘട്ട റോക്കറ്റ് സ്റ്റാർഷിപ്പ് പേടകത്തിൽ വേർപെട്ട് മടക്കയാത്ര നടത്തി. എന്നാൽ നിയന്ത്രിതമായി കടലിലിറക്കുന്നത് വിജയിച്ചില്ല. സ്റ്റാർഷിപ്പ് പേടകം ഉപഭ്രമണപഥത്തിലെത്തി എങ്കിലും പേലോഡ് വാതിൽ തുറക്കാനായില്ല. ഈ സാങ്കേതിക തടസ്സം കാരണം ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല. ബൂസ്റ്റർ ഭാഗം കടലിലേക്ക് ലാൻഡ് ചെയ്യിക്കാനും കഴിഞ്ഞില്ല. സൗത്ത് ടെക്സസിലെ ബോക്ക ചിക്കയിലെ സ്റ്റാർ ബേസിൽ നിന്നാണ് മെഗാ റോക്കറ്റ് വിക്ഷേപിച്ചത്. അതേസമയം ഇതൊരു തിരിച്ചടിയല്ലെന്നാണ് സ്പേസ് എക്സ് പ്രതികരിച്ചത്. കാസർഗോഡ് പടന്ന എടച്ചാക്കൈ തീരദേശ റോഡിൽ ബസ് ഉൾപ്പെടെ കടന്നുപോകുന്നത് അടിഭാഗം തകർന്ന കലുങ്കിലൂടെ. അപകടാവസ്ഥയിലായ കലുങ്ക് 2 വർഷം മുമ്പ് പൊതുമരാമത്ത് വിഭാഗം പരിശോധിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മനക്കാർ തോടിനു കുറുകെയുള്ള കലുങ്കിന്റെ അടിവശം തകർന്ന് കമ്പികൾ പുറന്തള്ളി നിൽക്കുകയാണ്. 35 വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പടന്ന എടച്ചാക്കൈ തീരദേശ റോഡിൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ അപകടാവസ്ഥ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാലപ്പഴക്കത്താൽ സ്ലാബ് തകർന്ന് സിമന്റ് പാളികൾ തോട്ടിലേക്ക് വീഴുന്നതും തുരുമ്പിച്ച കമ്പികൾ പുറന്തള്ളി നിൽക്കുന്നതും നാട്ടുകാർ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. കലുങ്കിന്റെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഓൾറെഡി 35-40 വർഷത്തിന്റെ മേലെ പഴക്കമുണ്ട്. പക്ഷെ കമ്പിയും സ്ലാബൊക്കെ തകർന്ന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം നിലനിൽക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളും 20-25 ബസ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡിലാണ് ഈ കലുങ്ക് നിൽക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാരൊക്കെ കൂടി ക്ലീനിങ് പദ്ധതിയിൽ നിരീക്ഷിച്ച സമയത്താണ് ഇതിന്റെ അടിപരിശ്രമം ഇത്രയും അപകടകരമായ അവസ്ഥയിലാണ് കാണുന്നത്. വേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ടപ്പെട്ട ഉത്തരവാദികൾ സർക്കാർ അടക്കം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മഴ കനത്ത് വെള്ളം ശക്തമായി ഒഴുകാൻ തുടങ്ങിയാൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ തകർച്ച വൻ അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. 20ഓളം ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കനത്ത മഴയിൽ കാസർഗോഡ് അരയി മടിക്കൈ പ്രദേശങ്ങളിൽ നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം. കാറ്റടിച്ചുണ്ടായ നാശത്തിനൊപ്പം കൃഷിയിടങ്ങളിൽ പുഴവെള്ളം കയറി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് നേന്ത്രവാഴ കർഷകർക്ക് ഉണ്ടായത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കിഴക്കൻ പ്രദേശങ്ങളായ അരയി, മുട്ടോഞ്ചിറ എന്നിവിടങ്ങളിലും മടിക്കൈ ഗ്രാമപഞ്ചായത്തിലുമാണ് നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം നേരിട്ടത്.
കനത്ത മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ 1200ഓളം വാഴകൾ നിലം പതിച്ചു. വിളവെടുക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം നേരിട്ടത്. അരീപ്പുഴ കരകവിഞ്ഞ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതോടെ ബാക്കിയുള്ള വാഴകളും വൈകാതെ നശിക്കുമെന്ന് കർഷകർ പറഞ്ഞു. ബാങ്കിൽ നിന്ന് ലോണെടുത്ത് കൃഷി നടത്തുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി. വൻ കാറ്റ് വീശിയതിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും 500 വാഴ വെച്ചവരെ 250, 200 വാഴ 100 ഇങ്ങനെ എല്ലാം തകർത്തിയിട്ടാണുള്ളത്. പെട്ടെന്നുള്ള മഴയിലും അതുപോലെ തന്നെ കാറ്റിലുമാണ് നശിച്ചത്. എല്ലാവരും ലോണും മറ്റും ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഈ വാഴക്കൃഷിക്ക് ചെലവഴിച്ചത്. 200 മുതൽ 500 വരെ വാഴകൾ വെച്ച് കൃഷി ചെയ്തവരാണ് കൂടുതലും. മാസങ്ങൾ നീണ്ട അധ്വാനമാണ് ദിവസങ്ങൾക്കകം ഇല്ലാതായത്. അവശേഷിക്കുന്ന വാഴകൾ പുഴവെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് കർഷകർ. അമൃത ന്യൂസ്, കാസർഗോഡ്. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലിലെ കെമിക്കലുകളുടെ കൈകാര്യം ചെയ്യൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിദഗ്ധരുടെ യോഗം ചേർന്നു. വിഷയത്തിൽ ആഗോള രംഗത്ത് അറിയപ്പെടുന്ന വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരക്കുടി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ എന്നിവരും ആഗോളതലത്തിലെ വിദഗ്ധരും കേരള സർക്കാരിൽ കപ്പലപകടം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ചേർന്നായിരുന്നു യോഗം. തീരത്തടിയുന്ന അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നർ എന്നിവ കണ്ടാൽ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് ശക്തമായ മറുപടി നൽകിയെന്ന് ശശി തരൂർ MP. ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് മിഷന് നേതൃത്വം നൽകി പ്രതിനിധി സംഘത്തിനൊപ്പം പാനമയിലെത്തിയപ്പോഴാണ് തരൂരിന്റെ പ്രതികരണം. Our Prime Minister has made it very clear. Operation Sindoor was necessary because these terrorists came and wiped the sindoor off the foreheads of 26 women by depriving them of their husbands and their married lives. In fact, there were some women who cried out, "The terrorists kill me too." And they said, "No, go back, tell what happened to you." We heard their cries, and India decided that the color of the sindoor, that vermilion color on the forehead of our women, will also match the color of the blood of the killers, the perpetrators, the attackers. അൻവറിന്റെ കാര്യത്തിൽ കൂട്ടായ ചർച്ച നടക്കുന്നുണ്ട് എന്നും വിചാരിക്കുന്നത് പോലെ വലിയ കുഴപ്പമുണ്ടാകാൻ ഇടയില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പര്യവസാനം വരെ കാത്തിരിക്കുക. UDF പ്രചാരണം ഉഷാറായി പോവുകയാണ്. ശുഭകരമായ പര്യവസാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. പ്രവചനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ്. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് ദുരിതബാധിതരുടെ അനിശ്ചിതകാല വില്ലേജ് ഓഫീസ് ഉപരോധം ആരംഭിച്ചു. ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, പുനരധിവാസം ഉടൻ നടപ്പിലാക്കുക, വർഷം 1 കഴിഞ്ഞിട്ടും യാതൊരു നടപടിയുമെടുക്കാത്ത സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കുക, ഉരുൾപൊട്ടലിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ പുനർനിർമ്മിക്കുക, കളക്ടർ ഉടൻ വിലങ്ങാട് സന്ദർശിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.